10 ദിവസമായി ലൈബ്രറി അങ്കണത്തിൽ നടന്നു വന്നിരുന്ന ഗുരുവായൂർ പുസ്തകോത്സവവും EMS സ്ക്വയറിലെ പ്രഭാഷണങ്ങളും സമാപിച്ചു. പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ മുഖ്യ പ്രഭാഷണം നടത്തി. ചരിത്രം മാറ്റിയെഴുതിയത് അക്ഷരങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി. LF കോളേജ് വിദ്യാർത്ഥിനി അമാന റിഫ റസാഖിന്റെ യാത്രാവിവരണം ഫാമിലി ട്രീ അബ്ദുൽ ഖാദർ പ്രകാശനം ചെയ്തു. ആലങ്കോട് ലീലാകൃഷ്ണൻ ആദ്യ കോപ്പി ഏറ്റുവാങ്ങി. T ഗീത പുസ്തകം പരിചയപ്പെടുത്തി. MC സുനിൽകുമാർ, ശ്യാം പെരുമിലാവ് എന്നിവർ സംസാരിച്ചു. പുസ്തകോത്സവവുമായി ബന്ധപ്പെട്ട് നടത്തിയ മത്സരങ്ങളിൽ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. സുപ്രധാനമായ ഒരു സാമൂഹികതയാണ്. സാമൂഹികത അതിന് വേറെ വാക്ക് പറയാൻ പറ്റില്ല അല്ലേ? ഈ വ്യക്തിയല്ല, ഇൻഡിവിജ്വലിന്റെ ആവിഷ്കാരം സാമൂഹികതയിലേക്ക് നയിക്കണം. ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്ന സാഹിത്യമാണെങ്കിലും അത് സമൂഹത്തെ നയിക്കുന്നതാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഏകാഗികളുടെ കഥ പറഞ്ഞ ആളാണ് MT വാസുദേവൻ. ഏകാഗികളുടെ ഉള്ളിൽ നിന്നാണ് എഴുതിയത്. പക്ഷേ ഏറ്റവും കൂടുതൽ തിരസ്കൃതനെ സനാഥരാക്കിയ വ്യക്തിയാണ്. നാലുകെട്ടിൽ അപ്പുണ്ണിയാണെങ്കിലും, അസുരവീട്ടിലെ ഗോവിന്ദൻകുട്ടിയാണെങ്കിലും, വടക്കമ്പാട്ടിലെ ചന്തു ആണെങ്കിലും, രണ്ടാമൂഴത്തിലെ ഭീമനാണെങ്കിലും തള്ളി മാറ്റപ്പെട്ടവൻ, തിരസ്കൃതൻ, നിന്ദിതർ, നിരാശ്രയർ, അനാഥർ, പാവപ്പെട്ടവർ, ദുഃഖിതർ അവർ തിരിച്ചു വരും എന്ന് എഴുതി. 57 കേരളത്തിൽ ഒരു പുരോഗമന ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പ് എഴുതപ്പെട്ട നോവലാണ് നാലുകെട്ട്. നാലുകെട്ടിൽ രാഷ്ട്രീയമൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ജാഥയുടെ ചിത്രം അത് കാണില്ല. ഒരു പാർട്ടിയുടെ പേരും അതിലില്ല. പക്ഷേ തിരസ്കൃതരും, നിന്ദിതരും, പാവപ്പെട്ടവരും, അനാഥരുമായ അപ്പുണ്ണിയുടെ തലമുറ വളർന്നു വലുതാവും. കൈക്ക് നല്ല കരുത്തുണ്ടാവും. അവർ സംഘടിച്ച് ചരിത്രത്തെ നയിക്കാൻ വരും. എഴുത്തുകാരന്റെ രാഷ്ട്രീയം അങ്ങനെയാണ് പ്രവർത്തിക്കുക. എഴുത്തുകാർ നേരിട്ട് ജാതം വിപ്പിച്ചുകൊണ്ട് ആയിക്കൊള്ളണമെന്നില്ല. എഴുത്ത് കല പ്രവർത്തിക്കുന്നത് മനുഷ്യ മനസ്സിനെ മാറ്റിക്കൊണ്ടാണ്. അപ്പൊ കഴിഞ്ഞ നൂറ്റാണ്ടിൽ സാഹിത്യം ചെയ്തത്, പുസ്തകം ചെയ്തത്, പുസ്തകത്തോടും സാഹിത്യത്തോടും ബന്ധപ്പെട്ട ജനകീയ കലകൾ ചെയ്തത് അതുവരെ അടുത്ത യാഥാസ്ഥിതികതയിൽ അകപ്പെട്ടു പോയിരുന്ന പിന്തിരിപ്പൻ മനസ്സുകളെ പുരോഗമനോന്മുഖമാക്കുക.